Dear friends, welcome to my channel English Excellence with Jobin Joseph. ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു 1000 ഇംഗ്ലീഷ് വാക്കുകളും അവയുടെ മലയാള അർത്ഥങ്ങളും ഒന്ന് പഠിച്ചാലോ? വിവിധ പാർട്ടുകളായിട്ടാണ് ഈ സീരീസ് ആരംഭിച്ചിരിക്കുക. അതിലെ ആദ്യത്തെ ഭാഗം 50 ഇംഗ്ലീഷ് വാക്കുകളും അവയുടെ അർത്ഥങ്ങളും മലയാള അർത്ഥങ്ങളും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ 10 വാക്കുകൾ നമുക്ക് നോക്കാം. എ. ഇംഗ്ലീഷിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എ എന്നുള്ളത്. എ എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം ഒരു. സെക്കൻഡ് വൺ, എബിലിറ്റി. എബിലിറ്റി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം കഴിവ് എന്നാണ്. കഴിവ്. ഏബിൾ. ഏബിൾ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം കഴിവുള്ള. ഏബിൾ, കഴിവുള്ള. എബൌട്ട്. ഇംഗ്ലീഷിൽ ഏറ്റവും അധികം ഉപയോഗിച്ച് കാണുന്ന മറ്റൊരു വാക്കാണ് എബൌട്ട് എന്നത്. അതിൻ്റെ മലയാള അർത്ഥം കുറിച്ച്, എന്തിനെങ്കിലും കുറിച്ച് അല്ലെങ്കിൽ എന്തിനെങ്കിലും സംബന്ധിച്ച് എന്നുള്ള അർത്ഥമാണ്. കുറിച്ച് അല്ലെങ്കിൽ സംബന്ധിച്ച്. എബവ്. എബവ് എന്ന വാക്ക് ഒരുപാട് ഇംഗ്ലീഷിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എബവ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം മുകളിൽ എന്നുള്ളതാണ്. മുകളിൽ. അക്സെപ്റ്റ്. ACCEPT. അത് നമ്മൾ വായിക്കുന്നത് അക്സെപ്റ്റ് എന്നാണ്. അതിൻ്റെ മലയാള അർത്ഥം സ്വീകരിക്കുക എന്നാണ്. സ്വീകരിക്കുക. അക്കോർഡിംഗ്. അക്കോർഡിംഗ്. അക്കോർഡിംഗ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള അർത്ഥം അനുസരിച്ച് എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ അക്കോർഡിംഗ് ടു, അനുസരിച്ച്, അത് എന്തെങ്കിലുമൊക്കെ അനുസരിച്ച് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. നെക്സ്റ്റ് വൺ, അക്കൗണ്ട്. അക്കൗണ്ട് എന്ന വാക്കിന്, ഇംഗ്ലീഷ് വാക്കിന് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള അർത്ഥങ്ങളാണുള്ളത്. ഒന്ന് കണക്ക് എന്ന് നമ്മൾ പറയാറുണ്ട്. കണക്ക്, കണക്കുമായിട്ടും ബന്ധപ്പെട്ട ഒരു പ്രയോഗമുണ്ട്. സെക്കൻഡ് മീനിങ്, മലയാള അർത്ഥം വിവരണം. അക്കൗണ്ട്, എന്തിൻ്റെങ്കിലും ഒരു വിവരണത്തെക്കുറിച്ച് പറയാനും അക്കൗണ്ട് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. എക്രോസ്. എക്രോസ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം കുറുകെ. കുറുകെ. 10ാമത്തെ ഇംഗ്ലീഷ് വാക്ക് ആക്ട്. ആക്ട് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം, മലയാള അർത്ഥം പ്രവർത്തിക്കുക എന്നാണ്. പ്രവർത്തിക്കുക. 11ാമത്തെ ഇംഗ്ലീഷ് വേർഡാണ് ആക്ഷൻ. ആക്ഷൻ എന്ന ഇംഗ്ലീഷ് വേർഡിൻ്റെ മലയാളം പ്രവർത്തനം എന്നാണ്. പ്രവർത്തനം. പ്രവർത്തനം. അടുത്ത വാക്ക് ആക്ടിവിറ്റി. ആക്ടിവിറ്റി എന്ന ഇംഗ്ലീഷ് വേർഡിൻ്റെ അർത്ഥം പ്രവർത്തനം എന്നാണ്. പ്രവർത്തനം. ഇനി ആക്ടിവിറ്റീസ് എന്ന വാക്കാണെങ്കിലോ അതിൻ്റെ മലയാള അർത്ഥം പ്രവർത്തനങ്ങൾ എന്നാണ്. ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ. ആക്ടിവിറ്റി, പ്രവർത്തനം. ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ. ആക്ച്വലി. ആക്ച്വലി എന്ന വാക്ക് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്നാണ്. യഥാർത്ഥത്തിൽ. ആക്ച്വലി, യഥാർത്ഥത്തിൽ. നെക്സ്റ്റ് വേർഡ് ആർട്ട്. ADD. ആർട്ട്. ആർട്ട് എന്ന ഇംഗ്ലീഷ് വേർഡിൻ്റെ മലയാള അർത്ഥം ചേർക്കുക എന്നാണ്. ചേർക്കുക. ദ നെക്സ്റ്റ് വേർഡ് അഡ്രസ്. അഡ്രസ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. അഡ്രസ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള അർത്ഥം വിലാസം എന്നാണ്. വിലാസം. അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ഭരണ സംവിധാനം എന്നാണ്. അഡ്മിനിസ്ട്രേഷൻ, ഭരണ സംവിധാനം. അഡ്മിറ്റ്. അഡ്മിറ്റ് എന്ന വാക്കും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അഡ്മിറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം 2 തരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഒന്ന് സമ്മതിക്കുക, കുറ്റസമ്മതമൊക്കെ നടത്തുന്നതിന് അഡ്മിറ്റ് ചെയ്യുക എന്ന് പറയും. അഡ്മിറ്റ്. ഇനി 2ാമത്തെ ഒരു പ്രയോഗമാണ് പ്രവേശിപ്പിക്കുക അല്ലെങ്കിൽ പ്രവേശിക്കുക എന്നൊക്കെ പറയുക. അഡ്മിറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം സമ്മതിക്കുക, പ്രവേശിപ്പിക്കുക അല്ലെങ്കിൽ പ്രവേശിക്കുക. അഡൽട്ട്. അഡൽട്ട് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള അർത്ഥം പ്രായപൂർത്തിയായ വ്യക്തി എന്നുള്ളതാണ്. അഡൽട്ട്, പ്രായപൂർത്തിയായ
ഒരു വ്യക്തിക്ക് പറയുന്ന പേരാണ് അഡൽട്ട് ഹ്യൂമൻ ബീങ് എന്നൊക്കെ പറയുക. ദെൻ അഫക്റ്റ്. അഫക്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ബാധിക്കുക എന്നാണ്. അഫക്റ്റ് ബാധിക്കുക. അഫക്റ്റ് ബാധിക്കുക. 21ാമത്തെ വാക്ക് ആഫ്റ്റർ. ആഫ്റ്റർ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ശേഷമെന്നാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ആഫ്റ്റർ. ആഫ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം ശേഷം. എഗെയിൻ. എഗെയിൻ എന്ന വാക്ക് നമുക്ക് പരിചിതമാണ്. എഗെയിൻ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം വീണ്ടും. വീണ്ടും. എഗെയിൻ വീണ്ടും. എഗെയിൻസ്റ്റ്. എഗെയിൻസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം എതിർത്ത് അല്ലെങ്കിൽ വിരുദ്ധമായി. എന്തിനെങ്കിലും എതിർത്ത് സംസാരിക്കുക, എതിരെ സംസാരിക്കുക, അല്ലെങ്കിൽ എതിരെ അഭിപ്രായം പ്രകടിപ്പിക്കുക, എതിർക്കുക, അതിനൊക്കെ നമ്മൾ എഗെയിൻസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിക്കുക. ഏജ്. ഏജ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം പ്രായമെന്നാണ്. പ്രായം. ഏജൻസി. ഏജൻസി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം മലയാളത്തിലും ഏജൻസി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ സ്ഥാപനം എന്നുള്ള ഒരർത്ഥം കൂടി പറയാറുണ്ട്. ഏജൻറ്റ്. ഏജൻറ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം മലയാളത്തിലും ഏജൻറ്റ് എന്ന് തന്നെ പറയാറുണ്ട്, അല്ലെങ്കിൽ പ്രതിനിധി എന്നും പറയാറുണ്ട്. എഗോ. എഗോ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം മുമ്പ്. മുമ്പ് എന്ന അർത്ഥമാണ്. എഗ്രി. എഗ്രി എന്ന വാക്ക് നമ്മൾ ഒരുപാട് പരസ്പരമൊക്കെ പറയാറുള്ള ഒരു വാക്കാണ്. എഗ്രി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം സമ്മതിക്കുക. എഗ്രി സമ്മതിക്കുക. എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റ്. എഗ്രിമെൻറ്റ് മീൻസ് കരാർ, അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് എന്നുള്ള അർത്ഥം ഇവിടെയും സമ്മതിക്കുക എന്നുള്ള അർത്ഥത്തിലും എഗ്രിമെൻറ്റ് എന്ന് പറയാറുണ്ട്. ദെൻ എഹെഡ്. എഹെഡ്. എഹെഡ് മീൻസ് മുന്നിൽ. ഗോ ഹെഡ് എന്ന് ഒക്കെ നമ്മൾ പറയാറുണ്ട്. എഹെഡ് മീൻസ് മുന്നിൽ. നെക്സ്റ്റ് വേർഡ് എയർ. പ്രത്യേകിച്ചും നമ്മൾ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ ബേസിക് സയൻസ് വിഷയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് എയർ എന്നുള്ളത്. അപ്പോൾ എയർ എന്ന വാക്കിൻ്റെ അർത്ഥം വായു. വായു. എയർ, വായു. ഇംഗ്ലീഷിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഓൾ എന്നുള്ളത്. ഓൾ. ഓൾ എന്നതിൻ്റെ അർത്ഥം എല്ലാം. ഓൾ, എല്ലാം. നെക്സ്റ്റ് വേർഡ് അലൗ. അലൗ മീൻസ് അനുവദിക്കുക. അലൗ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം അനുവദിക്കുക. ഓൾമോസ്റ്റ്. ഓൾമോസ്റ്റ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ഏകദേശം എന്നുള്ള ഒരർത്ഥം കിട്ടാനാണ് ഓൾമോസ്റ്റ് എന്ന ഇംഗ്ലീഷ് വേർഡ് ഉപയോഗിക്കുക. ദെൻ എലോൺ. എലോൺ മീൻസ് എലോൺ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ഒറ്റയ്ക്ക് എന്നുള്ളതാണ്. എലോൺ, ഒറ്റയ്ക്ക്. എലോൺ, ഒറ്റയ്ക്ക്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ലീവ് മീ എലോൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം ഒറ്റയ്ക്ക് എന്നുള്ള അർത്ഥമാണ് എലോൺ എന്ന വാക്കിന് ഉള്ളത്. എലോങ്. ALONG. എലോങ്. എലോങ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം കൂടെ അല്ലെങ്കിൽ ഒപ്പം എന്നുള്ളത്. ഓൾറെഡി. ഓൾറെഡി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ഇതിനകം. നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ഇംഗ്ലീഷിൽ ഓൾറെഡി. ഓൾറെഡി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം ഇതിനകം എന്നുള്ള അർത്ഥമാണുള്ളത്. ഓൾസോ. ഓൾസോ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം കൂടാതെ. ഓൾസോ, കൂടാതെ. അടുത്ത ഇംഗ്ലീഷ് വേർഡ് ഓൾദോ. ഓൾദോ എന്ന ഇംഗ്ലീഷ് വേർഡ് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ് വാചകങ്ങളിലൊക്കെ. ഓൾദോ എന്ന ഇംഗ്ലീഷ് വേർഡിൻ്റെ അർത്ഥം എങ്കിലും. ഓൾദോ, എങ്കിലും. 40ാമത്തെ വാക്ക് നമ്മൾക്ക് പരിചയമുള്ളതാണ് ഓൾവേസ്. ഓൾവേസ് എന്നതിൻ്റെ മലയാള അർത്ഥം എപ്പോഴും. എപ്പോഴും. ഓൾവേസ്, എപ്പോഴും. എമങ്. എമങ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള അർത്ഥം തമ്മിൽ അല്ലെങ്കിൽ ഇടയിൽ എന്നുള്ളതാണ്. എമങ്, തമ്മിൽ അല്ലെങ്കിൽ ഇടയിൽ. എമൗണ്ട്. എമൗണ്ട് എന്ന വാക്കിന് മലയാളത്തിൽ അർത്ഥം അളവ് എന്നുള്ളതാണ്.
അല്ലെങ്കിൽ നമ്മൾ പൈസയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും ഈ തുക കാണിക്കാൻ വേണ്ടി എമൗണ്ട് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അനാലിസിസ്. അനാലിസിസ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള അർത്ഥം വിശകലനം. അനാലിസിസ്, വിശകലനം. ഇംഗ്ലീഷിലെ ഏറ്റവും അധികം വാചകങ്ങളിലും വാക്കുകളിലും അല്ലെങ്കിൽ സംസാര ഭാഷയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആൻഡ്. ആൻഡ് എന്ന വാക്കിൻ്റെ അർത്ഥം കൂടാതെ. ആൻഡ്, കൂടാതെ. ആനിമൽ, നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു വാക്കും അതിൻ്റെ അർത്ഥവുമാണ്. ആനിമൽ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം മൃഗം. അനദർ. അനദർ എന്ന വാക്ക് ഇംഗ്ലീഷിൽ നമ്മൾ പുസ്തകങ്ങളിലും അല്ലെങ്കിൽ വാചകങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അനദർ എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ അർത്ഥം മറ്റൊന്ന് എന്നാണ്. മറ്റൊന്ന്. ആൻസർ. ആൻസർ എന്ന വാക്ക് നമുക്ക് ഒരുപാട് പരിചിതമായ ഒരു വാക്കാണ്. ആൻസർ എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം ഉത്തരം. എനി. എനി എന്ന വാക്ക് ഇംഗ്ലീഷ് വാക്ക്, അതിൻ്റെ മലയാള അർത്ഥം ഏതെങ്കിലും. എനി, ഏതെങ്കിലും. എനിവൺ. എനിവൺ. എനിവൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാള അർത്ഥം ആരെങ്കിലും എന്നുള്ളതാണ്. ആരെങ്കിലും. എനിവൺ. 50ാമത്തെ വാക്ക് എനിത്തിങ്. എനിത്തിങ്. എനിത്തിങ് എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാള അർത്ഥം എന്തെങ്കിലും. എന്തെങ്കിലും. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ആവശ്യം ഉപയോഗിക്കുന്ന 50 ഇംഗ്ലീഷ് വാക്കുകളും അവയുടെ മലയാള അർത്ഥങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും വരുന്ന വീഡിയോകളിൽ 1000 വാക്കുകൾ, അവയുടെ അർത്ഥങ്ങളൊക്കെ ഇതുപോലെ പാർട്ടുകളായിട്ട് തിരിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോകൾ നിങ്ങൾ വീണ്ടും വീണ്ടും കണ്ട് ഇംഗ്ലീഷ് വാക്കുകളും അവയുടെ അർത്ഥങ്ങളും ഒക്കെ പഠിക്കാൻ ശ്രമിക്കണം. ഈ വാക്കുകളും അർത്ഥങ്ങളും ഒക്കെ നമ്മൾ എന്നും ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ നമ്മുടെ സംസാര ഭാഷയിലും അതുപോലെ നമ്മൾ വായനയിലും എഴുത്തിലും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്കതിന് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനൊക്കെ ആയിട്ട് ഈ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം.